കച്ചിട്ട് ഇറക്കാനും പാടില്ല, മതിരിച്ചിട്ട് തുപ്പാനും പാടില്ല. ഈ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ PC ജോർജ്. ആകെയുണ്ടായിരുന്ന ജനപക്ഷം എന്ന പാർട്ടി പോയി. മോഹിച്ചു വെച്ചിരുന്ന പത്തനംതിട്ടയിലെ BJP സീറ്റ് അനിൽ ആന്റണിയും കൊണ്ടുപോയി. ഇതിനെല്ലാം അപ്പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയുമായി. PCക്ക് കലിപ്പ് കയറാൻ ഇതിൽ കൂടുതൽ വല്ലതും വേണോ? ഗതികേട് പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നവരില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ. എന്തായാലും സീറ്റ് പോയെങ്കിലും PC ജോർജ് BJPക്ക് വേണ്ടി സജീവമായി പ്രചാരണത്തിന് ഇറങ്ങുമോ? PCയോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ ദിവസം മോദി പത്തനംതിട്ട വന്ന സമയത്ത് PC ജോർജിനെ സംസാരിക്കുക ഷോണാണ് അന്ന് സംസാരിച്ചത്. അതിലെന്തെങ്കിലും ഈ കേരളത്തിലെ ഏതെങ്കിലും BJP പ്രവർത്തകർക്ക് ഇല്ല ഞാൻ ആലോചിച്ചിട്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യുവാക്കൾ സംസാരിക്കട്ടെ എന്നൊരു തീരുമാനമെടുത്ത അങ്ങനെ വന്ന്. അപ്പോ ഇതോ ഓരോ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനങ്ങളെടുത്തിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഗ്യാരണ്ടി ചെയ്തു ഞാൻ നടപ്പാക്കുന്നത് പറയുന്ന ലോകത്തിലെ ഏക നേതാവാണ് നരേന്ദ്രമോദി. PCയുടെ ഭൂതകാലം ഓർമ്മയുള്ള ആരും പറയും PC പഴയ PC അല്ല. അച്ചടക്കമൊക്കെ PCക്ക് ഇപ്പോൾ നന്നായി ചേരുന്നുണ്ട്. എത്ര കാലം വരെ എന്നാണ് ഇനി അറിയേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത യോഗത്തിലാണ് PC ജോർജ് പത്തനംതിട്ടയിൽ അവസാനമായി പ്രചാരണത്തിനെത്തിയത്. സീറ്റ് കിട്ടാത്തതിലെ വിഷമം PCക്ക് ഇപ്പോഴുമുണ്ടെന്ന് വ്യക്തം. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കിടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.